പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തം സാധ്യതകൾക്കും അപ്പുറത്തത്രേ, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തത്രേ. ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെയാ. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നത് നോക്കി പലതിൻ്റെയും സാധ്യതകളെ അളക്കുമ്പോൾ ഒരു ദൈവ പൈതൽ വിശ്വാസക്കണ്ണ് തുറന്ന് ഹല്ലേലൂയ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ അത്രേ കാണേണ്ടത്. പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യർ ചിലതിനെ കണക്ക് കൂട്ടും. മനുഷ്യർ വിചാരിക്കും ഹല്ലേലൂയ ഇന്നിന്ന കാര്യങ്ങൾ ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ സംഭവിക്കും. പല കണക്ക് കൂട്ടല. പലതും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം മനുഷ്യർ ചിന്തിക്കും. കാറ്റ് കണ്ട്, മഴ കണ്ട്, ഹല്ലേലൂയ കാലാവസ്ഥയെ എണ്ണുന്ന, കാലാവസ്ഥയെക്കുറിച്ച് ഗ്രഹിക്കുന്ന മനുഷ്യരെ നന്നായിട്ട് നമുക്കറിയാം. ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ലോകം നാളെ എന്താകും എന്ന് പ്രവചിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റുപാടുകൾ നോക്കിയിട്ട് ഒരു കാര്യങ്ങളുടെ ഗതി എങ്ങനെയാകും എന്ന് മനുഷ്യർ കണക്ക് കൂട്ടും. എന്നാൽ നോക്ക്, മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത്, മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറത്ത് പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. യഹോശഫാത്തും മറ്റ് രാജാക്കന്മാരും മരുഭൂമിയിൽ ചുറ്റി നടന്നപ്പോൾ അവർക്ക് വെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലെത്തി. അവർക്ക് ദാഹിച്ച് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വെള്ളമില്ലാതെ അവർ വരണ്ടുപോയി. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ ആലോചന ചോദിച്ചപ്പോൾ കർത്താവ് കൊടുത്ത ആലോചന എത്രേ, നിങ്ങൾ താഴ്വരയിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കുഴികൾ കുഴിക്കുക. നിങ്ങൾ കാറ്റോ മഴയോ കാണത്തില്ല, എന്നാലും ഈ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതേ താഴ്വരയിൽ വെള്ളം നിറയും. അതുമാത്രമല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പോകുന്നത് ആ ശത്രുവിനെ നിങ്ങളുടെ കൈക്കീഴിൽ ദൈവം ആക്കിത്തരും. ശത്രുവിനെ നിങ്ങൾ തോൽപ്പിക്കുകയും ചെയ്യും. അത്ര വലിയൊരു വാഗ്ദത്തമാണ് ദൈവം കൊടുത്തത്. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നോക്കുമ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ ഒന്നുമല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നല്ല ഒരു കാലാവസ്ഥ വേണം. വെള്ളം കുഴികൾ കുഴിച്ചാൽ, ആഴത്തിൽ കുഴിച്ചാൽ വെള്ളം വരത്തക്ക രീതിയിൽ ഒരു കാലാവസ്ഥ വേണം. അല്ലെങ്കിൽ കാറ്റോ മഴയോ അവിടെ വേണം. അവിടെ മഴ പെയ്യണം. മഴ പെയ്താൽ വെള്ളം വരും. എന്നാൽ വേദപുസ്തകം പറയുന്നു, കർത്താവിൻ്റെ വചനം അനുസരിച്ച യഹോശഫാത്തിനും അവൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടി അതേ താഴ്വരയിൽ വെള്ളം നിറച്ച ഒരു ദൈവത്തെ അത്രേ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കാറ്റോ മഴയോ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള മൃഗജാലങ്ങൾക്ക് പോലും കുടിക്കുവാൻ ഉതകും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സാഹചര്യം ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ ഏതുമായിക്കോട്ടെ, തല ഉയർത്തി ഒന്ന് നോക്കിയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നമുക്ക് കാണാൻ സാധിക്കും. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അതാ ദൈവത്തിൻ്റെ പേര്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. സാഹചര്യങ്ങളൊന്നും വേണ്ട. ഇന്ന് പകൽക്കാലവും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന നിനക്ക് വേണ്ടി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ഇതുവരെ നീ കണ്ടു കാണത്തില്ല, ഇതുവരെ നീ അതിനെക്കുറിച്ച് കേട്ട് കാണത്തില്ല. എന്നാൽ കർത്താവിൻ്റെ ഒറ്റ വാക്കുമതി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ജനത്തിനു വേണ്ടി മന്ന കൊടുത്ത ദൈവം രാവിലെ കണ്ണു തിരുമ്മി തൻ്റെ പാളയത്തിന് പുറത്തിറങ്ങുമ്പോൾ അന്നേക്ക് വേണ്ടതിനെ ദൈവം ഓൾറെഡി അവർക്ക് വേണ്ടി കരുതി. അവരുടെ പാളയത്തിനു ചുറ്റും അവർക്ക് വേണ്ട മന്ന തയ്യാറായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പ്രിയരെ, നിങ്ങൾ കണ്ണു തുറക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഒരു കാര്യത്തെ ചിന്തിക്കുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. 5 അപ്പം എടുത്തിട്ട് 5000 പുരുഷന്മാർക്കും കൂടെയുള്ള ജനങ്ങൾക്കും വേണ്ടി കൊടുത്ത കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒരു കാര്യവും അവന് അസാധ്യമല്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, ഒടുവിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഈ പൊടിമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, എൻ്റെ നന്മ, ദൈവം എനിക്കൊരുക്കുന്ന ഉത്തമമായ ഭാവി എൻ്റെ സ്വന്തം കണ്ണ് കാണും. അതാ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, കാറ്റോ മഴയോ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാലാവസ്ഥയെ നോക്കി അല്ലെങ്കിൽ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ കണ്ണുമടച്ച് വിശ്വസിക്കുമോ, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യും. കാലാവസ്ഥ ഒരുപക്ഷെ അനുകൂലമായിരിക്കത്തില്ല, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കത്തില്ല. പക്ഷേ വിശ്വസിച്ചാട്ട് ഇന്ന് പകൽക്കാലം അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ കൂടെയുണ്ടെങ്കിൽ അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ഒന്നും കാണത്തില്ല. വെള്ളം ഹല്ലേലൂയ ഏതോം വഴിയായി വന്നു എന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ അതിൻ്റെ ഉറവ നോക്കേണ്ട ആവശ്യമില്ല. അത് എവിടെ നിന്ന് വന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. തന്നത് ദൈവമാണോ? കാറ്റോ മഴയോ വേണ്ട, താഴ്വരയിൽ വെള്ളം നിറയ്ക്കും, താഴ്വരയിൽ വെള്ളം നിറയ്ക്കും. മരുഭൂമിയിൽ ഹല്ലേലൂയ നീരൊഴുക്കുണ്ടാക്കുന്ന ദൈവം, വരണ്ട നിലത്ത് നീരൊഴുക്കുണ്ടാക്കുന്ന ദൈവം, ഹല്ലേലൂയ നിർജ്ജന പ്രദേശത്ത് പെരുവഴി ഉണ്ടാക്കുന്ന ദൈവം, അവൻ നമ്മുടെ കർത്താവത്രേ. ഇന്ന് പകൽക്കാലവും നാം അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിശ്ചയമായി തിരുവചനം പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ എത്ര കഠിന ശോധനയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, എത്ര പ്രതിസന്ധിയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കാറ്റോ മഴയോ വേണ്ട, സാഹചര്യങ്ങൾ വേണ്ട, താഴ്വരയിൽ വെള്ളം നിറയും. ഒറ്റ കാര്യം, കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് കുഴി കുഴിച്ചാൽ മതി. കർത്താവിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി. അവൻ എന്താണോ പറയുന്നത് അത് ചെയ്താൽ മാത്രം മതി. അത്ഭുതം കാണും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ.